സൈബോൺസിലേക്ക് സ്വാഗതം. സാധനം 1996 വണ്ടി ഓഫായിട്ട് പറയാം. സാധനം 1996 ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു വികാരം തന്നെയാണെന്ന് അറിയാം. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു വികാരം തന്നെയാണെന്ന് അറിയാം. ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 96 ബൈക്ക് ഈ ബുള്ളറ്റ് ഇതൊരു 17 വയസ്സായിട്ടുള്ള, അതായത് 18 വയസ്സ് തികയാത്ത ഒരു പയ്യൻ, +2 പഠിക്കുന്ന ഒരു പയ്യൻ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പിക്ക് ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ഭുതം എന്താണെന്നുള്ളത്. 17 വയസ്സ് ചെയ്ത പയ്യൻ സ്വന്തം വീട്ടിലിട്ട്, സ്വന്തം വീടിൻ്റെ മുറ്റത്തിട്ട് റീസ്റ്റോർ ചെയ്ത് എൻജിൻ സഹിതം അഴിച്ച് പണിത ആളാണ്. അപ്പോൾ ആ ആളിനെ, ഈ ബൈക്കിനെയാണ് നമ്മളിന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികം സംസാരിച്ച് ചളവാക്കുന്നില്ല, നമുക്ക് പുള്ളിനെ പരിചയപ്പെടാം. പേര് പറയണം. അഫ്സൽ. ഈ എത്ര പഠിക്കുന്നു? +2. ഈ ബൈക്ക് റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു ഇന്ത്യയിൽ കിട്ടുന്ന സമയത്ത്? അല്ല, റണ്ണിങ് കണ്ടീഷൻ അല്ലായിരുന്നില്ല. അതായത് ഓടിക്കാൻ പറ്റത്തില്ല ഒട്ടും, സ്റ്റാർട്ട് പോലും ആവില്ലായിരുന്നു. ആ പിക്ക് കാണുന്ന പോലെ തന്നെ. അതെ, പിക്ക് കാണുന്ന പോലെ തന്നെ. അത് ഓടിക്കാന്ന് വെച്ചാൽ ഉരുട്ടിയാൽ തന്നെ സാധനങ്ങൾ ഊരി വീഴുന്ന കണ്ടീഷൻ ആയിരുന്നു. നിന്റെ വീടിന്റെ മുറ്റത്തിട്ട് നീ പണിതെടുത്ത വണ്ടി. അതെ. ഇതിൽ എന്ത് ഭാഗമാണ് നീ പണിതിട്ടില്ല എന്ന് പറയുന്നത്? ഏത് ഭാഗങ്ങളാണ്? പണിതിട്ടില്ല എന്ന് പറയാനൊന്നുമില്ല, ഫുള്ള് എല്ലാം. അല്ല, പെയിന്റിങ് വർക്ക്. അതെ, ഞാൻ ചെയ്യാത്തത് പെയിന്റിങ്, പിന്നെ എഞ്ചിന്റെ ലെയ്ത്ത് വർക്ക് വരും. എല്ലാ മെഷീനും പുറത്താ കൊടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ നീ ചെയ്യാത്തത്. ബാക്കി ഇതിന്റെ എല്ലാ പാർട്സും സ്വന്തം വീടിന്റെ മുറ്റത്തിട്ട് അഴിച്ച് പണിത വണ്ടി. അതെ, പറയും. എങ്ങനെയായിരുന്നു എഞ്ചിന്റെ കണ്ടീഷൻ? എങ്ങനെയായിരുന്നു? അകത്ത് ഇത് ക്യാമ്പില് സ്പിൻഡില് കാര്യങ്ങളെല്ലാം പോയിരിക്കായിരുന്നു. അതെല്ലാം മാറി എന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആവത്തില്ലായിരുന്നു. പിന്നെ എഞ്ചിന്റെ അകത്ത് ക്യാമ്പില് കാര്യങ്ങളെല്ലാം മൊത്തം തേയ്മാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സ്പിൻഡില് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇവിടെ. 4 സ്പിൻഡിൽ വരും ഇത്. പിന്നെ അതായത് പിന്നെ ഉള്ളത് ക്രാങ്കിന്റെ പിന്നെന്ന് പറയാം. അതും കൂടെ മാറിയിട്ട് ഈ നോയ്സ് മാറും, എഞ്ചിന്റെ നോയ്സും അത് ലേത്തിൽ കൊടുത്ത് ഈ സ്പിൻഡിലും ക്രാങ്കിന്റെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം എഞ്ചിൻ സെറ്റിങ്ങും ബോഡിയെല്ലാം ഫിറ്റിങ്സും മൊത്തം എല്ലാം അതായത് ഇപ്പോൾ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ, അതായത് 1996 എഞ്ചിൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ 1996 അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പുതിയ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ? 96 അല്ലാതെ ഇപ്പൊ എല്ലാം ഇതിന്റെ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ 96 സ്പെയർ പാർട്സ് കൊണ്ടുവന്നാണ് ഈ വണ്ടി ഇപ്പൊ നിലനിന്ന് പോകുന്നത്. കൂടുതൽ ആരാധകർ ഇതിനുള്ളത് മുഴുവൻ എല്ലാ പാർട്സും അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിന്റെ അലോയ് മാറിയിട്ടില്ലേ? അലോയ് സ്റ്റോക്ക് അലോയ് അല്ല, അതിന് നോർമൽ സ്റ്റോക്കാണ് വരുന്നത്. ഇത് ഏത് അലോയ്? 36 സ്പോക്ക് ഉള്ളത് അലോയ്. പുതിയ വരുന്ന എൻഫീൽഡിന്റെ ആ ഒരു ടൈപ്പ് അലോയ്? അതെ, ക്ലാസിക്കിന്റെ അലോയ് ആണ്. അതിന് വേണ്ടി ഫ്രണ്ട് ഡിസ്ക് പിടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ട് ഡിസ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ ഷോക്ക് അബ്സറാണ്. അതിൽ തന്നെ ജസ്റ്റ് ഒരു ക്ലാമ്പ് വെച്ച് ഇത് പിടിപ്പിക്കുക ചെയ്തത്. ഇതൊക്കെ നിന്റെ ഐഡിയ ആണ്? അതെ, ഈ ഒരു ഷോക്ക് മാറാതെ ക്ലാമ്പ് വെച്ചിട്ട് കാലിപ്പർ അതിൽ പിടിപ്പിക്കുകയാണ്. ഓക്കെ. ഇതെല്ലാം നിന്റെ ഐഡിയ തന്നെയാണ്? അതെ. ഇത് ലൈറ്റിൽ ഞാൻ അളവ് പറഞ്ഞു കൊടുത്തിട്ട് ക്ലാമ്പ് അടുപ്പിച്ചെടുത്തതാണ്. ഓക്കെ. ബാക്കിൽ ഡിസ്ക് അല്ല, ക്ലാസിക്കിനും ഡ്രമ്മാണ് വരുന്നത്. അതുകൊണ്ട് പിന്നീട് ഇത് ഈ മെൽക്കാർഡും 2 മെൽക്കാർഡും എല്ലാം അതിന്റെ സ്റ്റോക്ക് ഒറിജിനൽ മെൽക്കാർഡ് തന്നെയാണ്. അത് പെയിന്റ് ചെയ്തെടുക്കുകയും ടാങ്ക് ഒറിജിനലാണ്. പിന്നെ ഹാൻഡിൽ ക്ലാസിക്കിന്റെ ആണ്. ക്ലാസിക്കിന്റെ മാമാക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെതാണ് ഇത് വണ്ടി എന്ന് പറയുന്നത്? അതെ, മാമാടെ വണ്ടിയാണ്. നമ്മുടെ പേരെന്താ? അൻസാരി. ഹെഡ്ലൈറ്റ് പിന്നെ പുതിയ മാറ്റിയിട്ടുണ്ടല്ലേ? മറ്റേത് കുറച്ച് ഒരു ബ്രൈറ്റ്നസ് കുറവായിട്ട്. അതെ, ഒരു പഴയ ക്ലാസിക്കിന്റെ അതിനൊരു ബ്രൈറ്റ്നസ് കുറവാണ്, അതുകൊണ്ട് മാറ്റിയതാണല്ലേ. പക്ഷെ ഇത് ഹെവി ലുക്ക് തന്നെ കേട്ടോ. എൻഫീൽഡിന്റെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഏത് മോഡൽ എഞ്ചിനാണിത്? ഇത് 96 ഓൾഡ് കാസ്റ്റേൺ എഞ്ചിൻ എന്ന് പറയും. കാസ്റ്റേൺ എഞ്ചിൻ എന്നാ പറയുന്നത്. ഈ വണ്ടി നിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്ത് പണിയാണ് ഇതിൽ ഓപ്പൺ ചെയ്തതിൽ? ഇതിൽ മുഴുവനായിട്ട് ഫുള്ള് വണ്ടി പൊളിക്കുക ചെയ്തത്. എല്ലാ പാർട്സും മുഴുവൻ റിമൂവ് ചെയ്ത് പീസാക്കിയിട്ട്
പിന്നെ സെൻറ്റർ കേസ് എഞ്ചിൻ്റെ കേസ് മാത്രം ലേത്തിൽ കൊടുത്ത് ബാക്കി ബോഡി പാർട്സ് എല്ലാം പെയിൻറ്റിങ്ങിന് കൊടുത്തു. ഓക്കെ. എന്നിട്ട് പിന്നെ ഇതെല്ലാം കിട്ടിയ സമയത്ത് പിന്നെ ഒരു 4-5 ദിവസം കൊണ്ട് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് എഞ്ചിനെല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിന് എന്തൊക്കെ പാർട്സ് ആണ് വേണ്ടതെന്നുള്ളത് നിനക്ക് തന്നെ അറിയാം. നീ തന്നെ പോയി ഷോപ്പിൽ പോയി മേടിച്ചിട്ട് വരാൻ ചെയ്യുന്നത്? അതെ, സ്പെയർ പാർട്സ് എല്ലാം ഞാൻ തന്നെ പോയി നീ തന്നെ പോയി എല്ലാ സ്പെയർ പാർട്സിൻ്റെയും നിനക്ക് പേരും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഏകദേശം ഒരുവിധം ഒരു 90% അതിൻ്റെ വില സഹിതം എനിക്കറിയാം. അറിയാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നീ ഇത് പഠിച്ചത്? എങ്ങനെയാണ്? അത് അങ്ങനെയൊന്നും ചോദിക്കല്. എന്നാലും ഒരു വണ്ടി വെറുതെ കിട്ടി നമുക്ക് വീടിൻ്റെ മുറ്റത്തിട്ട് പണിയാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കണ്ടേ? എൻ്റെ ഒരു ക്രേസ് ഇങ്ങനെ തോന്നിയിട്ട്. ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, വർഷം അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയേണ്ട എൻ്റെ വാപ്പിച്ചെടുത്ത് തന്നെ. ഇത്രയും വിലയുള്ള വണ്ടിയൊക്കെ എനിക്ക് ആദ്യം തന്നത് 65 മോഡലിൻ്റെ ഒരു G2 മോഡൽ, 1965 ആ വണ്ടി നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത് നീ പണിതിട്ടുണ്ട്? അതെ, അത് പണിഞ്ഞതിന് ശേഷം, അത് കണ്ടതിന് ശേഷം ഈ വണ്ടി പണിയാൻ തന്നത് മാമ. ആ വണ്ടി എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളും. അപ്പോൾ എത്ര എൻഫീൽഡ് മൊത്തത്തിൽ പണിതിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ 3 എണ്ണം. ഏതൊക്കെ? ഒരെണ്ണം കൂടെ പണിയാൻ. ഒന്ന് 1965, പിന്നെ ഇത് 96, പിന്നെ ഇനി ഒരു 87 ഉണ്ട്. 87 വണ്ടി, പിന്നെ ഒരു 85 ഉണ്ട്. 85 വണ്ടി. അത് റണ്ണിങ് കണ്ടീഷൻ ആയോ? ഇതുപോലെ ഫുൾ റിസ്റ്റോറിംഗ് കഴിഞ്ഞോ? മറ്റതിന്റെ ഈ 87 വണ്ടി റണ്ണിങ് കണ്ടീഷൻ അല്ല. അത് ഇവിടെ വേറൊരു TN തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നിന്റെ കയ്യിലുണ്ടോ? അത് കൊണ്ടുവന്നത് നമ്മളെ കുടുംബത്തിലുള്ളവരാ കൂടുതലും കൊണ്ടുവരുന്നത്. അത് ശരി. ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു അത്ഭുതമുള്ള കാര്യം ആർക്കും അറിയില്ല എന്നർത്ഥമല്ലേ? പറഞ്ഞിട്ടില്ല. ഇനി വരാൻ പോണ ഫാൻസിനെ നീ കണ്ടോ? പോട്ടെ. അപ്പോൾ ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും വണ്ടി പണിയാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ ചെയ്യും? ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കോഴ്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ബയോസയൻസാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ എടുക്കും? ഇല്ല, അങ്ങനെ ഇല്ല. അത് താല്പര്യം വീട്ടുകാർക്ക് താല്പര്യം ഇല്ല. എന്നാൽ നിനക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിന് താല്പര്യമല്ല, പണിയുന്നത് എൻഫീൽഡിൻ്റെ എഞ്ചിനും അല്ലേ? അങ്ങനെയല്ല. എന്ത് ലെവലാണല്ലേ ചെക്ക. ഇതിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MLG. ഈ MLG എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ഒരു എൻഫീൽഡ് ഭ്രാന്തനാണ് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ഷോർട്ട് നെയിമാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. MLGയുടെ ഫുൾ ഫോം. നിങ്ങളൊരു ബുള്ളറ്റ് ഭ്രാന്തനാണ് എന്നുണ്ടെങ്കിൽ MLGയുടെ ഫുൾ ഫോം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. MLG 1901. നിങ്ങൾക്ക് 17 വയസ്സായിട്ടുള്ളൂ, ലൈസൻസ് ഇല്ല, വണ്ടി റോട്ടിലിറക്കാൻ കഴിയില്ല. ഇല്ല, ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് ഇത് പണിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവിനും പിന്നെ എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിലിട്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ഇറക്കാറില്ല വണ്ടി ഓടിക്കുക. ലൈസൻസ് എടുത്തതിന് ശേഷം നല്ല തീരുമാനമാണ്. ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ റോഡിൽ വണ്ടി ഇറങ്ങൂ. അടുത്ത വർഷം എടുത്തും പൊളിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിശേഷം. നമുക്ക് 1965 വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുമോ? അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ 96 വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും